ആളൊക്കെ ഇറക്കിയോ? ആരാ ഉള്ളത് ഇവിടെ? പക്ഷെ നമ്മളോടൊപ്പം വേറെയും കൂട്ടിരിപ്പുകാർ ചേരുന്നുണ്ട്. ഇറക്കിയിട്ടുണ്ടോ? ആരാ ഉള്ളത്? അമ്മേന് പുറത്തേക്ക് ഇറക്കിയില്ല അല്ലേ? അമ്മ എന്ത് പറ്റിയതാ? അമ്മ വീണിട്ട് നരമ്പൊക്കെ കട്ടായിട്ട് ചോര. ഇപ്പൊ പുറത്തേക്ക് ഇറക്കുന്നതാണോ അവര് പറഞ്ഞത്? ഇറക്കുന്ന പറഞ്ഞു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല? പ്രശ്നം ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി ആരാ ഉള്ളത്? അതെ, ചേച്ചിയാണ്. സമയത്ത് ഈ പുക വരുന്ന സമയത്തൊക്കെ അകത്തുണ്ടായിരുന്നോ? ഞങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു പൊതുവിലെ അവസ്ഥ? അത് ഇവിടെ തീ പിടിച്ചാണെന്നാ പറഞ്ഞത്. അടിയില് ഞങ്ങളെ ഇതൊക്കെ ആയിട്ടില്ല, പുക വന്നിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ആയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടായി. ഇല്ല, ബുദ്ധിമുട്ട് അങ്ങനെ ആയപ്പോഴേക്കിനും ഓല് താഴത്തേക്ക് ഇറക്കി. ആൾക്കാരൊക്കെ വേഗം പെട്ടെന്ന് ഇറക്കി. മുകളിലത്തെ നിലയിലായിരുന്ന? ആ, നാലാം നിലയിൽ. നാലാം നിലയിൽ നിന്നാണ് ഇനി ഇറക്കാനുള്ളത് അല്ലേ? ഇറക്കാല്. ചേച്ചിയുടെ ചേച്ചി? ആ, എന്റെ ചേച്ചിയാണ്. അതായത് വീണ് പരിക്കേറ്റ് ഇവിടെ കാഷ്വാലിറ്റിയുടെ 4ാമത്തെ നിലയിൽ ചികിത്സയിലുള്ള രാഹുൽ, ഒരു സംശയം, UPS മുറിയിലാണ് ഈ പുക ഉയർന്നതെന്ന് പറയുന്നു. ഇവരൊക്കെ 4ാമത്തെ നിലയിലുള്ള ആളുകളാണ്. അത്രയും സ്ഥലത്തേക്ക് പുക വ്യാപിച്ചോ? മെഡിക്കൽ കോളേജ് കെട്ടിടം മുഴുവൻ പുക വ്യാപിച്ചോ? എന്താണ് ഉണ്ടായത്? അക്ഷയ, അത് തന്നെയാണ്. ആ UPS മുറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് പറയുന്നു. പക്ഷേ ഈ കാഷ്വാലിറ്റിയുടെ വലിയ കെട്ടിടമാണ്, EMSSY കെട്ടിടമാണ്. ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് ഇവിടെ ഉദ്ഘാടനവും കഴിഞ്ഞത്. വലിയ കെട്ടിടം. പക്ഷേ ഈ കാഷ്വാലിറ്റി ബ്ലോക്കിലാകെ പുക ഉയരുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ ഒക്കെ ആളുകളെ ഇറക്കേണ്ടി വരുന്നൊരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ മുറിയിലും രോഗികളുണ്ട്. ആ വിധത്തിൽ ചികിത്സ നൽകി വരുന്നൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു അപകടം, പൊട്ടിത്തെറിയുണ്ടായി ആളുകളെ ഇറക്കേണ്ടി വരുന്നു. പുക പടർന്ന് ഈ രോഗികളും കൂട്ടിരിപ്പുകാരുമൊക്കെ ആശങ്കയിലും പരിഭ്രാന്തിയിലുമാകുന്ന അവസ്ഥ. അപ്പോൾ ഏതായാലും രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. ചേച്ചി പറഞ്ഞ പോലെ 4ാം നിലയിൽ നിന്ന് ആൾ ഇറക്കുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ കൂടെ ഉള്ളവരാ? പുറത്തേക്ക് ഇറക്കിയോ? ഇല്ല, IC തന്നെയാണ്. ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞത്. ആരാ ഉള്ളത്? അച്ഛൻ ICയിലാണ്. പുറത്തേക്ക് ഇറക്കുന്നതിന് എന്താ ചോദിച്ചോ? പറഞ്ഞോ? ഇല്ല, ഇപ്പൊ അവിടെ കുഴപ്പമില്ലാത്തതുകൊണ്ട് അവിടെ പയ്യെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അകത്ത് ആദ്യമേ മാറ്റേണ്ടുന്നവരെയൊക്കെ മാറ്റി, അച്ഛൻ അടിയന്തരമായി മാറ്റേണ്ടതില്ല എന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല, ഇപ്പൊ അവിടെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വാർഡിലുള്ളവരെയൊക്കെ മാറ്റി ICയിലുള്ളവരെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഡോക്ടറും ചികിത്സ നൽകാൻ വേണ്ടിയുള്ളവരൊക്കെ സംഘമൊക്കെ കൂടിയുണ്ട്. ഉണ്ട്, നഴ്സുമാരൊക്കെ ഉണ്ടുള്ളത്. ചേട്ടാ, പുറത്തേക്ക് വന്നതാണോ? അതെ, എനിക്ക് നാളെ ഓപ്പറേഷൻ നിശ്ചയിച്ചായിരുന്നു. അപ്പോൾ ഒന്നും അറിയില്ല കൂടുതൽ. അതിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞ് അപ്പോൾ താൽക്കാലികമായിട്ടൊന്നും ചെയ്യാനുള്ള സംവിധാനമില്ല, നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതാണ്. പുക ഉയരുന്നെന്ന് കണ്ടിട്ടിറങ്ങിയോ അതോ ഇവർ പറഞ്ഞിട്ടിറങ്ങിയോ? പുക മേലോട്ട് വന്നതിന് ശേഷം ഇറങ്ങിയാണ്. ഇവർ പറഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്? ഇറങ്ങി ഓടുകയായിരുന്നു എല്ലാവരും അല്ലേ? അതിൽ പുറത്തേക്ക് ഓടുകയായിരുന്നു. ശരി, രാഹുൽ ഇടപെടുകയാണ്. നാളെ ഓപ്പറേഷനുള്ള മനുഷ്യനാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് നാളെ ശസ്ത്രക്രിയ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്.